അമ്മ താൽക്കാലിക ഭരണസമിതിയുടെ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ജനറൽ ബോഡി യോഗത്തിൻ്റെയും പുതിയ ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പിനായാണ് അതിൻ്റെ തീയതി കുറിക്കാനൊക്കെയാണ് ആ ഒരു യോഗം ഇന്ന് ചേരാനിരിക്കുന്നത്. അർച്ചന വിനോദ് ചേരുന്ന വിശദാംശങ്ങളും. അർച്ചന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിഷ. ഭരണസമിതി പിരിച്ചുവിട്ട ശേഷം താൽക്കാലിക ഭരണസമിതി ആദ്യമായി യോഗം ചേരാൻ പോകുന്നു. പ്രധാന അജണ്ടകളായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം പ്രതിരോധിക്കാൻ കുറേയേറെ കാര്യങ്ങളുണ്ട് അമ്മ ഭരണസമിതിക്ക് മുന്നിൽ. തീർച്ചയായും നിഷ, അമ്മ സംഘടനയെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാണ് യോഗം ചേരുന്നത്. ഇത് ഓൺലൈനായി യോഗം ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നതും. എന്തായാലും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് ജനറൽ ബോഡി യോഗം എന്ന് ചേരുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുക. മറ്റൊന്ന് അടുത്ത ഭരണസമിതിയെ തിരഞ്ഞെടുക്കുക. ഇത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇന്നത്തെ ചർച്ചയിൽ വരിക. ഇതുമായി ബന്ധപ്പെട്ട തീയതികളടക്കം നിശ്ചയിക്കാനാണ് ഇന്ന് പ്രധാനമായും താൽക്കാലിക ഭരണസമിതിയുടെ യോഗം ചേരുന്നത്. ഇതിൽ പ്രധാനമായും ജനറൽ ബോഡി യോഗം അടുത്ത മാസം ചേരാനാണ് അമ്മ സംഘടനയുടെ തീരുമാനം. മാത്രമല്ല, അമ്മയുടെ ബൈലോ പ്രകാരം 21 ദിവസത്തിനുള്ളിൽ ഇത്തരമൊരു യോഗം ചേരുമ്പോൾ അത് അംഗങ്ങളെ അറിയിക്കണം. അതുകൊണ്ട് തന്നെ ഈ 21 ദിവസത്തെ സാവകാശം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം 15-നുള്ളിൽ ഈ യോഗം ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിലൊരു അന്തിമ തീയതി നിശ്ചയിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മറ്റൊന്ന് ജനറൽ ബോഡി അടുത്ത ഭരണസമിതിയെ നിയോഗിക്കുക എന്ന കാര്യങ്ങളടക്കമുള്ള തീരുമാനമായിരിക്കും. അതിൽ പ്രധാനമായും എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നടക്കമുള്ള തീയതികൾ ഇന്ന് നിശ്ചയിക്കും. മാത്രമല്ല, അമ്മയുടെ ബൈലോ പ്രകാരം ക്രിമിനൽ കുറ്റാരോപിതർ എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന കൃത്യമായ നിയമാവലിയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ കേസിൽ കുറ്റാരോപിതരായവർ, പരാതി പറഞ്ഞവർ, ഇവർക്കൊക്കെ തന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. പ്രധാനമായും ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, അതുപോലെ ജയസൂര്യ, മുകേഷ് എന്നിവർക്കെല്ലാം എതിരെ ഇപ്പോൾ ലൈംഗിക പീഡന പരാതി വന്നിരിക്കുകയാണ്. മാത്രമല്ല, സിദ്ദിഖ് അടക്കം രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. സിദ്ദിഖിനെതിരെയും ഗുരുതരമായ ലൈംഗികാരോപണ പരാതി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ മറ്റ് അംഗങ്ങൾക്കെല്ലാം എതിരെ ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഇവരെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവരെല്ലാം തന്നെ മാറ്റി നിർത്തപ്പെടും. ഇനി പുതിയ ഭരണസമിതിയെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നതാണ് അമ്മയുടെ മുന്നിലുള്ള അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക എന്നാണ് ഇതടക്കമുള്ള, അതായത് ജനറൽ ബോഡി യോഗം എന്ന് ചേരും, അതുപോലെ ഈ തിരഞ്ഞെടുപ്പ് എന്ന് നടക്കുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും യോഗത്തിൽ ചർച്ചയാകുക. കഴിഞ്ഞ ദിവസം ചേർന്ന ഓൺലൈനായ യോഗത്തിലാണ് ഇത്തരത്തിലൊരു യോഗം ചേരാൻ തീരുമാനമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇന്ന് യോഗം ചേർന്നതിന് ശേഷം അടുത്ത മാസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജനറൽ ബോഡി യോഗം ചേരും. ഇതിൽ വിശദമായ തീരുമാനങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, ഈ ഈ മത്സര രംഗത്തേക്ക് വരുന്നവർക്കെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക എല്ലാം സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെ കൃത്യമായ സാവകാശം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും തീയതി അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. എന്തായാലും അമ്മയെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമാണ് കടന്നുപോയത്. മാത്രമല്ല, സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ രാജിവെക്കുന്നു. പ്രസിഡന്റായ മോഹൻലാൽ രാജിവെക്കുന്നു. തുടർന്ന് പലർക്കെതിരെയും, അമ്മ സംഘടനയുള്ള പലർക്കെതിരെയും ലൈംഗിക ആരോപണ പരാതികൾ ഉന്നയിക്കപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഉടനടി ഒരു യോഗം ചേരുകയും അടുത്ത ഘട്ടം എന്നോണമുള്ള ജനറൽ ബോഡി യോഗത്തിലെ ഒരു തീരുമാനമുണ്ടാവുകയും അതുപോലെ അടുത്ത ഭരണസമിതിയെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളടക്കം എന്തായാലും ഇന്ന് തീരുമാനമുണ്ടാകും. ഇന്നത്തെ യോഗം എന്തായാലും ഏറെ നിർണായകമാണ്. ഓൺലൈനായി യോഗം ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിനിഷ. അർച്ചന, ഈ യോഗത്തിൽ മോഹൻലാൽ അടക്കം എല്ലാവരും പങ്കെടുക്കുമെന്ന് തന്നെയാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം? കാരണം ഓൺലൈനായാണ് യോഗം ചേരുന്നത്. തീർച്ചയായും സംഘടനയിലുള്ള നിലവിലെ താൽക്കാലിക ഭരണസമിതിയിൽ അംഗങ്ങളാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ. പ്രസിഡന്റായി ഇപ്പോഴും തുടരുകയാണ് താൽക്കാലികമായി. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ ഭരണസമിതിയിലുള്ള നിലവിൽ എല്ലാ പേരും ഈ യോഗത്തിൽ പങ്കെടുത്തായിരിക്കും ഈ അന്തിമമായൊരു തീരുമാനവും ഈ തീയതി പ്രഖ്യാപിക്കലൊക്കെ ഉണ്ടാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ ഇത്തരത്തിൽ യോഗത്തിലുള്ള കാര്യങ്ങളെല്ലാം നടപടിയിലേക്കെല്ലാം തന്നെ അമ്മ സംഘടന കടക്കും. ശരി, അർച്ചനയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സിനിമാ സംഘടന അമ്മയുടെ ഭാരവാഹി യോഗം, താൽക്കാലിക ഭരണസമിതിയുടെ ഭാരവാഹി യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത്. കൃത്യമായ അജണ്ടകൾ അവർക്ക് മുന്നിലുണ്ട്.
പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കണം, അവരുടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കണം, അതിനുള്ള ജനറൽ ബോഡി യോഗം ചേരാനായുള്ള തീയതിയും പ്രഖ്യാപിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വരുന്ന ഈ വിവാദങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടെയുണ്ട്. അത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നതിനാൽ തന്നെ ഇന്നത്തെ യോഗം വളരെ നിർണായകമായിരിക്കും. ആരൊക്കെ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും ആദ്യമായി നടക്കാനിരിക്കുന്ന യോഗം എന്ന നിലയ്ക്ക് എല്ലാ ഭാരവാഹികളും പങ്കെടുക്കണമെന്ന് തന്നെയാണ് കൃത്യമായ നിർദ്ദേശം നിലവിലുള്ളത്. അർച്ചന വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.